നാട്ടിൽ നിന്ന് എന്നോടൊപ്പം സംഘത്തിൽ വന്നിട്ടുള്ള ആളുകളെ, ഒന്നാമതായിട്ട് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് KC എബ്രഹാം കട്ടത്ര. അച്ഛനെ നിങ്ങൾക്ക് അറിയാം. പ്ലീസ് കം ഫോർവേഡ്. സ്റ്റേജിൽ ഇവിടെ നിന്ന് KC എബ്രഹാം കട്ടത്ര ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രസിഡന്റാണ്. ആകെ ഒരു കുഴപ്പമേ ഉള്ളൂ, അച്ഛൻ ഒരു പ്രശ്നമേ ഉള്ളൂ, പ്രാർത്ഥിക്കാൻ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാം. ഞാൻ 1-2 പ്രാവശ്യം അച്ഛൻ്റെ കൂട്ടത്തിൽ ദേറാപ്പള്ളിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ പോയി. അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഈ തൊപ്പിയെടുത്തും ഉച്ചിക്കോട്ട് വെച്ചു. അപ്പോൾ എനിക്കത് മനസ്സിലായില്ല എന്തിനാ ഈ പുറകെ വെക്കുന്നതെന്ന്. എന്നിട്ടൊരു കുമ്പിടിയിലാണ്. അച്ഛൻ കുമ്പിടുമ്പോൾ എനിക്ക് കുമ്പിടാതിരിക്കാൻ ഒക്കത്തില്ല. ഞങ്ങൾ 2 പേരെ അവിടെ നിൽപ്പുള്ളൂ. അന്ന് തീർച്ചപ്പെടുത്തി ഇനി അച്ഛൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പോകത്തില്ല, ബാക്കിയെല്ലാം ആകാം. അപ്പോൾ നല്ല ഒരു പ്രാർത്ഥനാ സ്വഭാവമുള്ള സത്യസന്ധനായ, ഇന്നും വൈദിക വൃത്തിക്ക് അഭിമാനത്തോടു കൂടി എവിടെയും നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരു പ്രസിഡന്റുമായിട്ടാണ് ഞങ്ങളുടെ സംഘം ഇവിടെ വന്നത്. താങ്ക് യു. 7 മണിക്ക് രാവിലെ ഇവിടെ വരും. അത് നേരിട്ട് അനുഭവിക്കേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് വന്നാൽ മതി. പിന്നെ ഞങ്ങളുടെ സംഘത്തിലുള്ളത് സമുദായത്തിന്റെ വൈദിക ട്രസ്റ്റി ഫാദർ അനിൽ K. തോമസ് കൊന്നയ്ക്കൽ. അച്ഛനെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എങ്കിലും അച്ഛനാകെയുള്ളൊരു കുഴപ്പം വളരെ കുറച്ച് സംസാരിക്കത്തുള്ളൂ, ബുദ്ധി കൂടുതലാണ്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞാൽ കുറേ സമയം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് സാവധാനം ഒരു മറുപടി പറയത്തുള്ളൂ. ഞങ്ങളുടെയൊക്കെ ബലമാണ്, ഞങ്ങളുടെ ബുദ്ധിയുടെ പവർ ഹൗസ് അച്ഛനാണ്. അതുകൊണ്ട് എന്നെ ആരും പുകഴ്ത്തണ്ട, ഇതിന്റെ മുഴുവൻ കാരണം അച്ഛൻ്റെ ഈ ചെറിയ തലയിലെ വലിയ ബുദ്ധിയാണ്. താങ്ക് യു. പള്ളിയുടെ സ്ഥാപകൻ കൂടിയാണ് ഞാൻ. ഇവിടുത്തെ അഫയേഴ്സ് ആയിട്ട് ഞാൻ പറയുന്നത്. പിന്നെ എൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുള്ള ബിജു പുഴുകുന്നൽ, ജ്ഞാനായ കമ്മിറ്റി മെമ്പർ. യാത്രയുടെ ഒരു ക്ഷീണം അദ്ദേഹത്തിന്റെ മുഖത്ത് ഇപ്പോൾ ഉണ്ട്. നിങ്ങളത് കണക്കാക്കേണ്ട, രാവിലത്തെ ക്ഷീണമൊക്കെ മാറിയുള്ളൂ. ജ്ഞാനായ കമ്മിറ്റിയിൽ ഞങ്ങളോടൊപ്പം സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ശക്തനായ അദ്ദേഹം പാർട്ടിയുടെ ബാങ്കിന്റെ പ്രസിഡന്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണ്. ഇവിടെ ട്രംപ് അറിയണ്ട അദ്ദേഹം ഇവിടെ വന്നത്. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പോലെ താഴെയുള്ള എല്ലാ കമ്മിറ്റികളിലും അനേക തവണ ചർച്ചകൾ നടത്തി ബിജുവിനെ ഇങ്ങനെ ഒരു ബൂർഷ രാജ്യത്തോട്ട് വിടുന്നുകൊണ്ട് എന്തെങ്കിലും പാർട്ടിക്ക് ദോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചർച്ചകളൊക്കെ നടത്തി അവസാനം കേന്ദ്ര കമ്മിറ്റിയുടെ അനുവാദം മേടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വന്നിട്ടുള്ളത്. ലാക്സറാണ് അദ്ദേഹം. നീലമ്പേരൂർ പള്ളി ഇടവക അംഗമാണ്. അദ്ദേഹം ജ്ഞാനക്കാർക്ക് അഭിമാനമാണ്. കോട്ടയം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു. സിനിമാ നടൻ പറഞ്ഞ പോലെ കണ്ടാൽ ഒരു ലുക്കില്ലെങ്കിലും ആള് ഭയങ്കര. ഇപ്പൊ പഞ്ചായത്ത് മെമ്പറാണ്. പിന്നെ അത് കൂടാതെ ബാങ്കിന്റെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് വിസ ആപ്ലിക്കേഷൻ കൊടുത്തപ്പോൾ ആ ഇന്റർവ്യൂ ചെയ്ത സായിപ്പ് ഈ ബാങ്കിന്റെ പ്രസിഡന്റ്, ഫാർഗോ ബാങ്കിന്റെ പ്രസിഡന്റിനെയൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ബാങ്കിന്റെ പ്രസിഡന്റ് ആ മുന്നോട്ട് വന്ന് നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം പുറകോട്ട് വീണ, ഇതുവരെ കണ്ണു തുറന്നിട്ടില്ലെന്നാണ് അറിഞ്ഞത്. പിന്നെ ഒരാളോടെ ഞങ്ങളുടെ സംഘത്തിൽ അടുത്ത അച്ഛനോടുള്ള സംഘത്തിൻ്റെ ഇതിലാണ് സിബി അച്ഛൻ ഗ്രിഗോറിയസ് തിരുമേനിയുടെ കൂട്ടത്തിലുള്ളതാണ്. സിബി അച്ഛൻ ദേറാപ്പട്ടക്കാരനാണ്. പടിപ്പുരയ്ക്കൽ കല്ലിശ്ശേരി ഇടവക അംഗമാണ്. ഏറ്റവും പ്രധാനം, ഈ അച്ഛനെ ഞങ്ങൾ വിളിക്കുന്നത് ദൈവത്തിന്റെ ചാരനെന്ന്. അതിനൊരു കാരണമുണ്ട്. കുറുക്കുമതേറായാലും മോർമൽക്കെ ദേറായാലും ഒക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ നിലം ഉഴുന്നതും കൃഷി ചെയ്യുന്നതും ഒക്കെ റമ്പാന്മാരും അച്ഛന്മാരുമാണ്. അവരെയൊക്കെ ദൈവത്തിന്റെ ചാരന്മാരെന്നാണ് പറയുന്നത്. വൈകിട്ട് പ്രാർത്ഥിക്കാൻ നേരത്ത് മാത്രം ഒരു മസ്ലിംസ് എടുത്ത് തലവെക്കും, അല്ലാത്ത സമയത്ത് മുഴുവൻ കഠിനമായി ജോലി ചെയ്യുന്ന ആളാണ്. ഇവിടെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബത്നഹീറില് ഡ്രില്ലർ വെച്ച് നിലവൊഴുക, അവിടുത്തെ കൃഷിപ്പണികളൊക്കെ ചെയ്യുക. ഭയങ്കര മസില, 6 പാക്കോ ഈ ജോലിയൊക്കെ ചെയ്യുന്നുണ്ടാണ്. താങ്ക് യു അച്ഛൻ. എല്ലാവരും കഴിച്ചല്ല ജോലി അച്ഛൻ പ്ലീസ്. അദ്ദേഹം ഞങ്ങളുടെ തിരുത്തിക്കാട് ഇടവക അംഗമാണ്. റോമിലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് റോമിൽ ഉപരിപഠനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ നിന്നപ്പോൾ അച്ഛനിങ്ങനെ പെട്ടി വലിച്ചുകൊണ്ട് വന്നപ്പോൾ അന്നേരം ഇതല്ലായിരുന്നു വേഷം. അപ്പോൾ ഇത്രയും സുന്ദരനായ ചെറുപ്പക്കാരൻ ആരാ ഇവിടെ നിന്ന് ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് അച്ഛനെന്ന് മനസ്സിലായത്. നല്ല അച്ഛനാണ്. അദ്ദേഹം അവിടുത്തെ കോഴ്സൊക്കെ കഴിഞ്ഞു തിരിച്ചു വന്നു.
ഇനി ഇവിടെ എത്ര കാലം കൊണ്ട് എനിക്ക് ഭാവി അറിഞ്ഞൂടാ. എന്താണെങ്കിലും തുരുത്തിക്കാട് ഇടവക്കാരനാണ്. നല്ല ശുദ്ധനായ അച്ഛൻ, ചിരിക്കുന്ന കണ്ടിട്ട് നല്ല അച്ഛൻ. താങ്ക് യു. തോമസ് ജോൺ കുളങ്ങര, വെയ്ക്ക് എന്ന് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് ലോകമാന പെരിഞ്ചട്ടി തോമസ് ജോൺ കുളങ്ങര. അത് കളിയാക്കി പറഞ്ഞതല്ല. ലോകമാന പെരിഞ്ചട്ടി എന്ന് പറയുന്നത് ക്നായിത്തോമായിക്ക് ചെയർമാൻ പെരുമാൾ കൊടുത്ത അധികാരമാണ്. അത് സ്ഥാന പേരാണ്. പെരിഞ്ചട്ടി, ലോകമാന പെരിഞ്ചട്ടി എന്ന് പറയുമ്പോൾ മോണോപോളി, ഇന്റർനാഷണൽ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി കൊടുത്ത സ്ഥാനമാണ്. ക്നാനായ സമുദായത്തിലെ ബിസിനസ്സുകാരുടെ സംഘടനയാണ് വെയ്ക്ക്. ആ വെയ്ക്കിന്റെ ചെയർമാൻ ആയിരിക്കുന്നിടത്തോളം കാലം മറ്റേ തൊപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം സാധാരണ ഇതുപോലെ പൊതുപ്പിൽ പങ്കെടുക്കുന്ന ലോകമാന പെരിഞ്ചട്ടിക്ക് നൽകിയിരിക്കുന്ന വലിയൊരു സ്ഥാനചിഹ്നം, ഒരു തൊപ്പിയുണ്ട്. അത് കൊണ്ടുവന്നിട്ടില്ല. അദ്ദേഹം ചരിത്രകാരനാണ്, ബിസിനസ്സുകാരനാണ്, നല്ല സ്നേഹമുള്ള ഒരാളാണ്, എൻ്റെ സുഹൃത്താണ്. ഇന്നലെയൊക്കെ ഞങ്ങൾ ഒന്നിച്ചാണ് കിടന്നത്. എൻ്റെ ദേഹത്തോട്ടങ്ങാണ് ഉരുണ്ട് വീഴുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഒരു ഉപദ്രവം ഉണ്ടായില്ല. സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു എവരിബഡി. താങ്ക് യു. എന്നെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറ്റിയത്. ഇത്രയും നേരം നമ്മളെ ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന ടിഒ ഏലിയാസ് ക്നാനായ സമുദായത്തിൻ്റെ ട്രസ്റ്റിയാണ്. അദ്ദേഹം 2ാം തവണയാണ് ക്നാനായ സമുദായത്തിൻ്റെ ട്രസ്റ്റിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹം ട്രസ്റ്റിയായി കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന ഒരു വലിയ മാസ്റ്റർ പ്ലാൻ, സമുദായത്തെ മൊത്തം വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയാണ് ഞങ്ങളുടെ കമ്മിറ്റിയിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. അദ്ദേഹം ഒരു കാര്യം ആദ്യം കമ്മിറ്റിയിൽ പറഞ്ഞു: ഈ സമുദായത്തിൽ എന്ത് കേസ് വന്നാലും ഒരു